മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കുത്തകയായി മാറുകയാണോ വിഴിഞ്ഞം തുറമുഖം? 2500 കോടി രൂപ മുതൽ മുടക്കി പകുതിയോളം ഉടമസ്ഥാവകാശം 13,220 കോടി രൂപയ്ക്ക് വിറ്റ് കാശാക്കുകയാണ് അദാനി ഗ്രൂപ്പ്. ലാൻഡ് ലോഡ് മോഡലിൽ തുറമുഖം നമ്മുടെ ചെലവിൽ പണിത് നടത്തിപ്പിന്റെ ലാഭവിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ വഴി കമ്പനിയെ തെരഞ്ഞെടുക്കുന്നതാണ് LDF നിർദ്ദേശിച്ചത്. എന്നാൽ 70% ഭൂമിയും പണവും നൽകി നടത്തിപ്പിന് 30 വർഷത്തേക്ക് ഒരു ലാഭവിഹിതവും വാങ്ങാതെ അദാനിക്ക് തുറമുഖം വിട്ടുകൊടുക്കുന്ന കരാറാണ് മുമ്പ് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത്. പദ്ധതിയുടെ നിർമ്മാണവും നടത്തിപ്പും സ്വകാര്യ മേഖലയ്ക്ക് നൽകി സർക്കാർ വെറും ഫെസിലിറ്റേറ്റർ ആയാൽ മതിയെന്നാണ് പുതിയ സർക്കാരിന്റെ നിലപാട്. വിഴിഞ്ഞൻ മോഡൽ കടൽ കൊള്ള മറ്റ് തുറമുഖങ്ങളിലേക്കും കടൽ ഖനനത്തിലേക്കും വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോഴത്തെ UDF സർക്കാരിന്റെ മിഷൻ സമുദ്ര. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽക്കാനുള്ള അദാനിയുടെ നീക്കം അപകടകരമാണ്. വിഴിഞ്ഞത്തെ ഒരു മൾട്ടി ഓപ്പറേറ്റർ തുറമുഖമാക്കുന്നതിന് പകരം MSCക്ക് മാത്രം തുറമുഖത്തിന്റെ നിയന്ത്രണാധികാരം ലഭിക്കാൻ പോവുകയാണ്. ഇത് മറ്റ് കപ്പലുകൾക്ക് തുറമുഖത്ത് എത്താൻ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അത് കേരളത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിലവിലെ കരാറു പ്രകാരം 2035-ലെങ്കിലും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വരുമാന വിഹിതം താറുമാറാകാൻ സാധ്യത ഏറെയാണ്. എന്തോ എവിടെയോ സാധാരണയിലല്ലാത്തത് സംഭവിക്കുന്നു.